നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ജന്മഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ആർപ്പുവിളികളോടെയും ആഘോഷത്തോടെയും 2026 വരവേറ്റ് ലോകം. പുതുവത്സരത്തെ ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപാണ്. ഇന്ത്യ പുതുവത്സരം ആഘോഷിക്കുന്നതിനേക്കാൾ 8.5 മണിക്കൂർ മുന്നേ ആയിരുന്നു ക്രിസ്മസ് ദ്വീപ് എന്ന പേരിലും അറിയപ്പെടുന്ന കിരിബാത്തി പുതിയ വർഷത്തെ വരവേറ്റത്. കിരിബാത്തിക്ക് ശേഷം ന്യൂസിലൻഡിലെ ചാഥം ദ്വീപിലും പുതുവർഷം എത്തി. 600ഓളം ആളുകൾ മാത്രമാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത്. തുടർന്ന് ഓസ്ട്രേലിയ, ടോക്ലൌ, ടോങ്ക തുടങ്ങിയ പസഫിക് ദ്വീപുകളുമാണ് പുതുവർഷം ആഘോഷിച്ചത്. ഫിജി, റഷ്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളും പുതുവർഷത്തെ വരവേറ്റു. ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപിലാണ് 2026 അവസാനം എത്തുക. പുതിയ പ്രതീക്ഷകളുമായി കേരളവും പുതുവർഷത്തിലേക്ക് ചുവടുവെച്ചു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം വലിയ ആഘോഷങ്ങളോടെയാണ് 2025 വിട പറഞ്ഞതും 2026 വരവേറ്റതും. കേരളത്തിൽ പുതുവർഷപ്പിറവിയുടെ അടയാളമായി പാപ്പാഞ്ഞിയെ കത്തിക്കലും ഗംഭീരമായി നടന്നു. പ്രധാനമായി ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് പടുകൂറ്റൻ പാപ്പാഞ്ഞിമാരെ കത്തിച്ചത്. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ഏലോക്കരയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. പ്ലാന്റും 3 നില കെട്ടിടവും പൂർണ്ണമായി കത്തിനശിച്ചു. സമീപത്തുണ്ടായിരുന്ന പിക്കപ്പ് വാനും കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. തീപിടുത്ത സമയത്ത് ഫാക്ടറിയിൽ ജീവനക്കാർ ഉണ്ടാകാത്തത് വൻ ദുരന്തം ഒഴിവാക്കി. പല സ്ഥലങ്ങളിൽ നിന്നായി മാലിന്യങ്ങൾ എത്തിച്ച് സംസ്കരിക്കുന്ന ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫാക്ടറിയിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചതാണ് അപകടത്തിന് കാരണമെന്നതാണ് നിഗമനം. തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്ന് അധികൃതർ അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് അഗ്നിരക്ഷാസേന അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പസ്വാമിയുടെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ് സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ശ്രീകോവിലിന്റെ കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപം, വ്യാളിരൂപവും അടങ്ങിയ പ്രഭാമണ്ഡലത്തിലാണ് കൈവച്ചിരിക്കുന്നത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടളയിലെ മുകൾപ്പടിയിലെ പാളി എന്നിവയിലും പൊതിഞ്ഞിരുന്ന സ്വർണവും കട്ടും. ദ്വാരപാലക ശില്പങ്ങളും കട്ടളയിലും നിന്ന് ഇതുവരെ അറിഞ്ഞതിലും കൂടുതൽ സ്വർണം കവർന്നിട്ടുണ്ടെന്നും SIT പറയുന്നു. 989 ഗ്രാം കവർന്നതായാണ് പുറത്തുവരുന്ന വിവരം. VSSCയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാവുമ്പോൾ കൊള്ളയുടെ വ്യാപ്തി ഉയരും. ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് SIT. ഇന്നലെ ഒരു ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITയുടെ കസ്റ്റഡിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിട്ടു നൽകിയത്. ദില്ലി യാത്രയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. ദില്ലിയിൽ വെച്ച് സോണിയാഗാന്ധിയെ കണ്ടതിനെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത്. ഇന്നലെയാണ് കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും SITയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനായാണ് കസ്റ്റഡിയിൽ വിട്ടത്. ശബരിമല സ്വർണ്ണക്കേസിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT വീണ്ടും ചോദ്യം ചെയ്തേക്കും. ശനിയാഴ്ച കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നീക്കം. കടകംപള്ളിയുടെ മൊഴിയിലെ സത്യാവസ്ഥ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിരുന്നു. പോറ്റിയുമായി വ്യക്തിപരമായ അടുപ്പമോ സാമ്പത്തിക ഇടപാടോ ഇല്ലെന്നാണ് കടകംപള്ളി പറഞ്ഞത്. എന്നാൽ മുമ്പ് ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളിയുമായുള്ള ബന്ധം സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. നിയമസഭാ സമ്മേളനം ജനുവരി 20 മുതൽ ചേരും. ബജറ്റ് സമ്മേളനമാണിത്. ബജറ്റ് അവതരണം ജനുവരി 29 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണിത്. തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് മറുപടിയുമായി മേയർ VV രാജേഷ്. ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നതാണ് ആവശ്യമെന്നും റൂട്ട് നിശ്ചയിക്കുന്നതിലടക്കം കരാർ ലംഘനമുണ്ടെന്നും VV രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2023 ഫെബ്രുവരി 21 തിരുവനന്തപുരം കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും KSRTCയും തമ്മിലുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണം എന്നാണ് ആവശ്യം. പീക്ക് ടൈമിൽ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ വേണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ അത് പാലിക്കുന്നില്ല. റൂട്ട് നിശ്ചയിക്കുന്ന കാര്യത്തിലും ലംഘനം ഉണ്ടായി. കോർപ്പറേഷനുമായി ആലോചനയില്ലാതെയാണ് റൂട്ട് നിശ്ചയിക്കുന്നത്. ബസ് സർവീസിലെ ലാഭവിഹിതം നൽകുന്നതിലും വീഴ്ചയുണ്ട്. ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട് KSRTC കരാർ ലംഘിച്ചതായുള്ള മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റും VV രാജേഷ് വാർത്താ സമ്മേളനത്തിനിടെ വായിച്ചു. കൂടാതെ ബസ്സുകൾ KSRTC സ്റ്റാൻഡിലിടാൻ പറ്റില്ലെന്ന് മന്ത്രി പറഞ്ഞതായി കണ്ടു. KSRTC സ്റ്റാൻഡിലേക്ക് കിടക്കുമെന്ന് ബസ്സുകൾക്ക് നിർബന്ധമില്ല. 100ഓ 1000ഓ ബസ്സിടാൻ സ്ഥലം കോർപ്പറേഷൻ ഉണ്ടെന്നും മേയർ വ്യക്തമാക്കി. ഹിന്ദു വിശ്വാസികളെ അവഹേളിച്ചുകൊണ്ട് ശിവലിംഗത്തിലേക്ക് ആർത്തവ രക്തം വീഴുന്ന ചിത്രം അച്ചടിച്ച സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. ജില്ലാ സമിതിയാണ് ലോട്ടറി റദ്ദാക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. IG, DIG
റാങ്കുകളിലാണ് മാറ്റം. ആർ നിശാന്തിനി, അജിത ബീഗം, സതീഷ് ബിനോ, പുട്ട വിമലാദിത്യ, രാഹുൽ ആർ നായർ എന്നിവർക്ക് IGയായി സ്ഥാനക്കയറ്റം നൽകി. പോലീസ് തലപ്പത്തെ മാറ്റം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. ആർ നിശാന്തിനി പോലീസ് ആസ്ഥാനത്തെ IG-യാകും. അജിത ബീഗം ക്രൈംബ്രാഞ്ചിലും, സതീഷ് ബിനോ ആംഡ് പോലീസ് ബറ്റാലിയൻ IG-യുമാകും. IG-യായി സ്ഥാനക്കയറ്റം ലഭിക്കുന്ന കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യയ്ക്ക് ഇന്റലിജൻസിലാണ് നിയമനം. ദക്ഷിണ മേഖല IG-യായി സ്പർജൻ കുമാറിനെ നിയമിച്ചു. നിലവിലെ IG ശ്യാം സുന്ദറിനെയും ഇന്റലിജൻസിലേക്ക് മാറ്റി. തിരുവനന്തപുരം കമ്മീഷണർ തോംസൺ ജോസിനെ വിജിലൻസ് DIG-യായി നിയമിച്ചു. K കാർത്തിക്കാണ് പുതിയ തിരുവനന്തപുരം കമ്മീഷണർ. കൊച്ചി കമ്മീഷണറും എറണാകുളം റേഞ്ച് DIG-യുമായി ഹരിശങ്കറിനെ നിയമിച്ചു. ഡോക്ടർ അരുൾ B കൃഷ്ണയാണ് തൃശൂർ റേഞ്ച് DIG. ഡിസംബർ 30 ചൊവ്വാഴ്ച മുതൽ 24 മണിക്കൂറിലധികം രാജ്യ തലസ്ഥാനത്ത് നടന്ന വൻ തെരച്ചിലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൻതോതിൽ പണവും ആഭരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ദ്രജിത് സിംഗ് യാദവ്, കൂട്ടാളികൾ, അപ്പോളോ ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്ഥാപനം, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്കെതിരെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിലാണ് തെരച്ചിൽ നടത്തിയത്. പരിശോധനയിൽ 5.12 കോടി രൂപയുടെ പണവും 8.80 കോടി രൂപയുടെ സ്വർണവും വെള്ളിയും നിറച്ച ആഭരണങ്ങൾ നിറച്ച ഒരു സൂട്ട്കേസും ചെക്ക് ബുക്കുകൾ നിറഞ്ഞ ഒരു ബാഗും ഏകദേശം 35 കോടി രൂപയുടെ സ്വത്തുക്കളുടെ രേഖകളും അന്വേഷണ ഏജൻസി കണ്ടെടുത്തു. 24 മണിക്കൂറിലേറെയായി തുടരുന്ന തെരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ മകനും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാന് അയച്ച അനുശോചന കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുമായുള്ള ബന്ധം അനുസ്മരിച്ചുകൊണ്ട് ചരിത്രത്തിലുടനീളം ശ്രദ്ധേയമായ ശക്തിയും അന്തസ്സും പ്രകടിപ്പിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങൾ അവരുടെ പങ്കിട്ട മൂല്യങ്ങൾ, ജനാധിപത്യ പാരമ്പര്യങ്ങൾ, ആഴത്തിലുള്ള ദേശീയ ഐക്യബോധം എന്നിവയാൽ നയിക്കപ്പെടുന്നത് തുടരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഖാലിദാസിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രധാനമന്ത്രി മോദിയുടെ കത്ത് കൈമാറി. ഒഡീഷ തീരത്ത് നിന്ന് ഒരേ ലോഞ്ചറിൽ നിന്ന് തുടർച്ചയായി 2 പ്രാലേ മിസൈലുകളുടെ സാൽവോ വിക്ഷേപണം ബുധനാഴ്ച രാവിലെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വിജയകരമായി നടത്തി. മിസൈലുകൾ വേഗത്തിൽ വിജയകരമായി വിക്ഷേപിച്ചതിന് DRDO, ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ സൈന്യം, DPSU വ്യവസായം എന്നിവയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ചണ്ഡീഗഡ് ഗുരുഗ്രാം ഫരീദ റോഡിൽ ചൊവ്വാഴ്ച രാത്രിയിൽ 25 വയസ്സുള്ള ഒരു സ്ത്രീയെ ഓടുന്ന വാനിൽ 2 പുരുഷന്മാർ ചേർന്ന് 3 മണിക്കൂറോളം ബലാത്സംഗം ചെയ്തു. തുടർന്ന് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. കേസുമായി ബന്ധപ്പെട്ട 2 പേരെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു. ഫരീദാബാദിൽ പ്രതി വാഗ്ദാനം ചെയ്ത ലിഫ്റ്റ് സ്ത്രീ സ്വീകരിച്ചതിനെ തുടർന്നാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ മൃഗങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് എടുത്തു കാണിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ റീമൗണ്ട് ആൻഡ് വെറ്റിനറി കോപ്സ് RVC മൃഗസംഘം ആദ്യമായി 2026 റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശിപ്പിക്കും. 2 ബാക്ട്രിയൻ ഒട്ടകങ്ങൾ, 4 സാൻസ്കാർ പോണികൾ, 4 റാപ്റ്ററുകൾ, 10 ഇന്ത്യൻ ഇനം ആർമി നായ്ക്കൾ കൂടാതെ ഇതിനകം സേവനത്തിലുള്ള 6 പരമ്പരാഗത സൈനിക നായ്ക്കൾ എന്നിവയെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഇന്ത്യൻ സൈന്യം ബുധനാഴ്ച അറിയിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന ആവാസ വ്യവസ്ഥയിലെ പാരമ്പര്യം, നവീകരണം, സ്വാശ്രയത്വം എന്നിവയുടെ മിശ്രിതമാണ് ഇവയെന്നും സൈന്യം പറഞ്ഞു. ഈ വർഷം ആദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ബീജിംഗ് മധ്യസ്ഥത വഹിച്ചുവെന്ന ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അവകാശപ്പെട്ടതിനെ തുടർന്ന് ചൈനയുടെ പ്രസ്താവനയെ വിചിത്രം എന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചു. ചൈന പരിഹരിക്കാൻ സഹായിച്ചതായി താൻ പറഞ്ഞ പ്രശ്നങ്ങൾ വാങ് യി ചൊവ്വാഴ്ച വിശദീകരിക്കുന്നതിനിടെയാണ് ഈ പ്രസ്താവന നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട് വിപുലീകരിച്ച യാത്രാവിലക്കിന് മറുപടിയായി മാലിയും ബുർക്കിന ഫാസോയും US പൗരന്മാരെ തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്ന് പ്രഖ്യാപിച്ചു. അയൽ രാജ്യമായ നൈജർ US പൗരന്മാർക്ക് സമാനമായ യാത്രാവിലക്ക് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മാലിയുടെയും ബുർക്കിന ഫാസോയുടെയും തീരുമാനം. അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത സൈനിക ഭരണകൂടങ്ങളാണ് 3 രാജ്യത്തെയും ഭരിക്കുന്നത്. അവർ സ്വന്തമായി ഒരു പ്രാദേശിക കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട്. മോസ്കോയിലും ക്രിമിയയുടെ നിരവധി ഭാഗങ്ങളിലും ഉക്രൈനിയൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി റഷ്യ അവകാശപ്പെട്ടതിന് 1 ദിവസത്തിന് ശേഷം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയിൽ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ കാണിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വീഡിയോ വൈറലായി. ക്രെംലിൻ പുറത്തുവിട്ട മറ്റൊരു വീഡിയോയിൽ പുടിന്റെ വസതിയിൽ നടത്തിയ ആക്രമണത്തിനുപയോഗിച്ച വെടിവെച്ചിട്ട ഡ്രോണുകളിലൊന്ന് 6 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തു വഹിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ബംഗ്ലാദേശി വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതക കേസിലെ വഴിത്തിരിവിൽ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് മുഖ്യപ്രതിയായ ഫൈസൽ കരീം മസൂദ് പരസ്യമായി നിഷേധിച്ചു. ഇന്ത്യയിലുള്ള തന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബംഗ്ലാദേശ് പോലീസിന്റെ ആരോപണങ്ങൾക്ക്
വിരുദ്ധമായാണ് അദ്ദേഹം ദുബായിൽ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഒരു വൈറൽ വീഡിയോ സന്ദേശത്തിൽ ഹാദിയെ കൊലപ്പെടുത്തിയത് താനല്ലെന്നും ആക്രമണത്തിന് പിന്നിൽ ഒരു തീവ്ര രാഷ്ട്രീയ സംഘടനയാണെന്നും മസൂദ് വാദിച്ചു. യമനിനെ ചൊല്ലി തമ്മിലടിച്ച സൗദിയും UAEയും യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർക്കെതിരെ സൗദിയും UAEയും ദശാബ്ദത്തിലേറെയായി ഒന്നിച്ചു പോരാടിയവരായിരുന്നെങ്കിലും ഇപ്പോൾ ഇരുവരും തമ്മിൽ അകലുകയാണ്. തെക്കൻ യമനിലെ വിഘടനവാദി സംഘമായ സദേൺ ട്രാൻസിഷണൽ കൗൺസിലിന്റെ ആയുധം നൽകി സഹായിക്കാൻ UAE ശ്രമിച്ചതാണ് സൗദിയെ പ്രകോപിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.